ഹലോ അസ്സാം വലൈക്കും ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് കേട്ടോ. എംബ്രോയ്ഡറിയിലെ 28ാമത്തെ ക്ലാസ്സാണ് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വേവിങ് സ്റ്റിച്ച് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നെയിം വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ബോർഡിൽ ഫ്രെയിം ഇട്ടിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു സ്റ്റിച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുമ്പോൾ ഫ്രെയിം ഇടണമെന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് ചെയ്തത് ഫ്രെയിം ഇടാതെയാണ്. പക്ഷേ ഫ്രെയിം ഇടാതെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലപോലെ കാണാൻ പറ്റുന്നില്ല. അത് കാരണമാണ് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഫ്രെയിം ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. സ്റ്റിച്ച് ബോർഡിൽ ലൈൻസ് വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അതിൽതാ ഒരു ലൈൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആ ലൈൻ അവസാനിക്കുന്ന ഭാഗത്ത് ഞാൻ സൂചി കുത്തി ഇറക്കാണ്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത ലൈന് ഉണ്ടല്ലോ, അതിൻ്റെ എൻഡിങ് പോർഷനിൽ നിന്നാണ് പിന്നെ തുടങ്ങുന്നത്. അതായത് എവിടെയാണ് നമ്മൾ സൂചി നിർത്തിയത് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അല്ലാതെ തുടങ്ങിയ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങണമെന്നൊന്നുമില്ല ഈ സ്റ്റിച്ചിന്. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ കൊണ്ടുപോയിട്ട് സൂചി കുത്തി ഇറക്കുക. അങ്ങനെ ഞാൻ 4 ലൈൻസാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. വീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ അടിയിൽ നിന്നാണ് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുന്നത്. അതിനുശേഷം ഈ 4 ലൈൻസ് ഉണ്ടല്ലോ, അതിൽ ഒന്നിൻ്റെ മുകളിലൂടെ എടുത്തുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ത്രെഡിൻ്റെ മുകളിലൂടെ ഞാൻ എടുത്തുക്കണം. അപ്പോൾ അടുത്ത ത്രെഡിൻ്റെ അടിയിലൂടെ, പിന്നെ മുകളിലൂടെ, പിന്നെ അടിയിലൂടെ, അങ്ങനെ നമ്മൾ സൂചി എടുക്കണം കേട്ടോ. അപ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണു. ആ ലൈനിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് സൂചി കുത്തി ഇറക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് എടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ നീളത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അതിനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ എങ്ങനെയാണോ ചെയ്തത്, അടിയിൽ ആ ത്രെഡിൻ്റെ മുകളിലാണോ അടിയിലാണോ നോക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് മുകളിലൂടെ എടുക്കുക, പിന്നെ അടിയിലൂടെ, പിന്നെ മുകളിലൂടെ, പിന്നെ അടിയിലൂടെ, അങ്ങനെ മുകൾ ഭാഗത്ത് താഴ്ഭാഗത്ത് അങ്ങനെ ആക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് ലാസ്റ്റ് എൻഡിങ്ങിൽ കൊടുത്തിട്ട് സൂചി കുത്തി ഇറക്കുക കേട്ടോ. പിന്നെ അടുത്ത സ്റ്റിച്ച് തുടങ്ങുന്നത് ആ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതായത് അടിയത്തെ ഭാഗത്തു നിന്നാണ് പിന്നെ അടുത്ത സ്റ്റിച്ച് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും കേട്ടോ. നമുക്ക് എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ചെയ്ത് കാണിക്കുമ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ് ആവും. പിന്നെ അതുപോലെ കൂടുതൽ മനസ്സിലാവുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. എന്നെല്ലാവർക്കും മനസ്സിലാവും. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കി എടുക്കാം. സൂചി കുത്തിയെടുത്തതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ, പിന്നത്തെ സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്ത്, പിന്നത്തെ സ്റ്റിച്ചിൻ്റെ മുകൾ ഭാഗത്ത്, അങ്ങനെ ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ട് നമുക്ക് സൂചി കുത്തി ഇറക്കാം. ഇതാണ് കേട്ടോ അപ്പോൾ വേവിങ് സ്റ്റിച്ച് എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റിച്ച് നമുക്ക് ഫില്ലിങ് സ്റ്റിച്ചായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അടുപ്പിച്ചിട്ട് ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഒരു ത്രെഡ് ഇങ്ങനെ മുകൾ ഭാഗത്ത് അടിഭാഗത്ത് അങ്ങനെ പോകും, മറ്റേ നേരെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇത് ഞാൻ സെയിം കളർ ത്രെഡ് കൊണ്ട് ചെയ്തതാട്ടോ പ്രശ്നമായത്. അത് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. കാരണം ഡബിൾ കളർ ത്രെഡ് കൊണ്ട് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. സോറി. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളതും ഞാനിങ്ങനെ ഒറ്റ കളർ ത്രെഡ് കൊണ്ടാണ്. പക്ഷേ അത് കുഴപ്പമില്ല. അത് ഈസി ആയിട്ടുള്ള സ്റ്റിച്ചാണല്ലോ, എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും പെട്ടെന്ന് ഇത് ചെയ്യാൻ. അപ്പോൾ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഡബിൾ കളർ ത്രെഡാണെങ്കിൽ ഒന്നും കൂടെ അത് എടുത്ത് കാണിച്ചിട്ടുണ്ടാവും, എങ്ങനെയാണ് സ്റ്റിച്ച് പോയിട്ടുള്ളത് എന്നൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനത് ഓർത്തത്. ഇങ്ങനെ ഡബിൾ കളർ ത്രെഡായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ സ്റ്റിച്ച് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 28 സ്റ്റിച്ചായിപ്പോൾ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റിച്ച് ബോർഡാണ് കേട്ടോ നമ്മളിത് കംപ്ലീറ്റ് ആവാൻ പോകുന്നത്. ഇനി ഇൻഷാ അല്ലാ ഒരു സ്റ്റിച്ച് ബോർഡും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കൂടെ എംബ്രോയ്ഡറി സ്റ്റിച്ച് നമ്മൾ പഠിക്കാം. ബേസിക് ആയിട്ടുള്ള എല്ലാ സ്റ്റിച്ചും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ 28 സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാ 29ഉം 30ഉം അങ്ങനെ കുറച്ച് സ്റ്റിച്ചും കൂടെ നമുക്ക് പഠിക്കണം. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ഒരു ഡിസൈനിൽ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ മോട്ടീഫ് എടുത്തിട്ടുണ്ട്. അതിൽ ഫ്രെയിമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലാദ്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സ്റ്റിച്ചിൻ്റെ നെയിം ലോങ് ഫ്രഞ്ച് നോട്ട് എന്നാണ്. ഈ സ്റ്റിച്ചിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. പിസ്റ്റൽ സ്റ്റിച്ച് എന്നും കൂടെ ഈ സ്റ്റിച്ചിൻ്റെ നെയിമാണ്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വയ്ക്കുന്ന എല്ലാവർക്കും ഈ സ്റ്റിച്ചും ചെയ്യാനും ഭയങ്കര ഈസി ആയിരിക്കും. ലോങ് ഫ്രഞ്ച് നോട്ട് പറഞ്ഞാൽ നമ്മൾ ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം കുറച്ച് അകലത്തിൽ കൊണ്ടുപോയിട്ട് ഒരു ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് ഈ സ്റ്റിച്ചിൽ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ലോങ് ഫ്രഞ്ച് നോട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്കിതാ
ഈ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ നമ്മൾ വേവിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മളെ കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു. പിസ്റ്റൽ സ്റ്റിച്ച് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ എന്തായാലും പോയിട്ട് കഴിഞ്ഞ ക്ലാസ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ഈ ഡിസൈൻ വെച്ചിട്ട് ഞാൻ 2 ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. ഇനി അതുപോലെ ഒരു റോസും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ആ റോസിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഫ്രഞ്ച് നോട്ടാണ്. ഇത് ഏത് റോസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് വുവൺ റോസാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. ഞാൻ 5 ലൈൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലൂടെ ഇങ്ങനെ ത്രെഡ് ചുറ്റി കൊടുക്കാനായിട്ട് ചെയ്യുക. വുവൺ റോസ് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവരും വർക്കൊക്കെ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് 2 റോസാണ് ഇതിൽ ചെയ്തെടുക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്തെടുക്കാനുണ്ട്. ലോങ് ഫ്രഞ്ച് നോട്ടും അതുപോലെ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ വേവിങ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവരാണെങ്കിൽ ഇത് കഴിഞ്ഞ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ. ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ ലൈക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഓരോ കമൻസും ലൈക്കും കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ഇടാൻ തോന്നാറ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പോവാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കിതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഫ്രീ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാനും സംസാരിക്കാനും വർക്കുകളൊക്കെ ചെയ്ത് അയക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ജോയിൻ ആവാത്തവരൊക്കെ ഒന്ന് ജോയിൻ ആവുക. അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കുക. അപ്പോൾ അതിക്ക് വാട്സപ്പിലൊരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഞാനിതിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്കിതാ വുമൺ റോസ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. ഇനി അതും കൂടെ ചെയ്താൽ നമുക്ക് നമ്മളെ വേവിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഡിസൈനിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു കൊട്ടയിൽ കുറച്ച് പൂക്കൾ ഇരിക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാങ്ങിങ് വന്നിട്ട് ചെയിൻ സ്റ്റിച്ചാണ്. താഴ്ഭാഗത്ത് കൊട്ടയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വേവിങ് സ്റ്റിച്ചുമാണ്. പിന്നെ ഇതിൽ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ളത് പിസ്റ്റൽ സ്റ്റിച്ചും അതുപോലെ വുവൺ റോസും ആണ്. പിന്നെ ഫ്രഞ്ച് നോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീഫിലൊരു സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. ലോങ് ഫ്രഞ്ച് നോട്ടാണ് ഈ പിസ്റ്റൽ സ്റ്റിച്ച് എന്നുള്ളതിൻ്റെ മറ്റൊരു പേര്. പിന്നെ ചെറിയൊരു ഫ്ലവറിന് സാറ്റിൻ സ്റ്റിച്ചും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ സ്റ്റിച്ചുകളൊക്കെയാണ് നമ്മളിതിൽ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വർക്ക് ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ച് മാത്രം ചെയ്യാതെ അതിൽ കുറേ സ്റ്റിച്ച് ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുക. എന്നാൽ ആ സ്റ്റിച്ചൊക്കെ എവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്, പിന്നെ ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊടുത്താലാണ് ഭംഗി ഉണ്ടാവുക എന്നൊക്കെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് നല്ലപോലെ ഒരു വർക്കിൽ ചെയ്യുമ്പോൾ ഇവിടെ ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റിച്ചാണ് ഏതിലൊക്കെ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് കിട്ടുള്ളൂ. അതിന് നല്ലോണം പ്രാക്ടീസ് തന്നെ വേണം. എല്ലാവരും ഒരു സ്റ്റിച്ച് ഒരു പ്രാവശ്യം ചെയ്താൽ ശരിയാവില്ല വിചാരിച്ചിട്ട് അത് നിർത്തി വെക്കരുത്. പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. ഇനി നമ്മളിതാ ഇതിൻ്റെ ഹാങ്ങിങ്ങിലാണ് കൊടുക്കുന്നത്. ഇത് ചെയ്യണത് ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവർ പോയിട്ട് കാണാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ക്ലാസ് 1 എംബ്രോയിഡറി സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ 1 മുതൽ 28 ക്ലാസ്സോളം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. ഈ ഡിസൈനിലുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴ്ഭാഗത്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേവിങ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അതിനാദ്യം അതിലൂടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് വേവിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു പെന്നുകൊണ്ട് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലൈൻസ് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കുറച്ച് ഡിസൈനും കാര്യങ്ങളും സ്പീഡിൽ ചെയ്യാൻ കഴിയണവർക്കാണെങ്കിൽ ഇത് ലൈൻസ് ഒന്നും ആവശ്യമില്ല കേട്ടോ. കാരണം അവർക്കിതിങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്താൽ ഇനി കുറച്ച് അകലത്തിൽ അങ്ങനെ ലൈൻസ് ഒന്നും ഇടാതെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അത് നല്ലോണം പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ നമ്മൾ അതിങ്ങനെ തെറ്റിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനിതാ രണ്ട് ഭാഗത്തും താഴ്ഭാഗത്തും മേൽഭാഗത്തും ചെറിയൊരു ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോണത്.
ആദ്യം ഞാൻ ചെയ്യണത് നീളത്തിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ പോണത്. ഇതൊരു ഈസി സ്റ്റിച്ച് ആണെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം ഇത് ചെയ്യുമ്പോൾ. കാരണം ലൈൻ സോൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. ഒരു ത്രെഡിൻ്റെ അടിഭാഗത്തു കൂടെയാണ് നീഡിൽ എടുത്തുക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ത്രെഡിൻ്റെ മുകൾ ഭാഗത്തു കൂടി തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണെങ്കിൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് വരുള്ളൂ. ഞാൻ ഇത് ഡിസൈനിലും സെയിം കളർ ത്രെഡാണ് യൂസ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പിന്നെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് ഈസി ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല ഏത് കൂടെയാണ് ഞാൻ ആ ത്രെഡ് വലിച്ചെടുത്തിട്ടുള്ളതെന്ന്. കാരണം ഒരേ ത്രെഡാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 കളർ ത്രെഡിൽ ചെയ്യാം കേട്ടോ. ഇന്ന് നല്ലപോലെ മനസ്സിലാവുണ്ടാവും. പിന്നെ ഇങ്ങനെ ത്രെഡിൻ്റെ അടിഭാഗത്തു കൂടെ സൂചി കൊണ്ടുവരുന്ന ടൈമിൽ ക്ലോത്തിൽ തട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഫുള്ളാക്കിയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ.
ഡിസൈൻ ഇതാ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് വരാം.